കൊച്ചിയിൽ രക്ഷിതാക്കൾ ഉപേക്ഷിച്ചു പോയ നവജാത ശിശുവിനെ സർക്കാർ ഏറ്റെടുത്ത് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞ് 23 ദിവസമായി ലൂർദ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജാർഖണ്ഡ് സ്വദേശികളുടേതായിരുന്നു കുഞ്ഞു. വിവരങ്ങളുമായി ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, കഴിഞ്ഞ ദിവസം സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഈ കുഞ്ഞിൻ്റെ മുഴുവൻ സംരക്ഷണവും സർക്കാർ ഏറ്റെടുക്കും എന്നുള്ളത്. ഇപ്പോൾ എന്തൊക്കെയാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നത്? കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? മാർഷൽ, കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ തുടർ ചികിത്സ വേണ്ടിവരും. ഏതാണ്ട് 1 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ആ ചികിത്സ ഇനിയും കുഞ്ഞിന് ആവശ്യമായി വരും. അതുകൊണ്ടാണ് സർക്കാർ ഈ കുട്ടിയെ ഏറ്റെടുത്ത് ആ തുടർ ചികിത്സയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അവിടെ എല്ലാവിധ സംവിധാനങ്ങളും തുടർ ചികിത്സയ്ക്കായി ആരോഗ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകി ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ കഴിഞ്ഞ 31-ാം തീയതിയാണ് മാസം തികയാതെ ഈ കുട്ടി ജന്മം എടുക്കുന്നത്. അതിനുശേഷം ഈ ജാർഖണ്ഡ് സ്വദേശികളുടേതായിരുന്നു കുട്ടി. അമ്മ അണുബാധയെ തുടർന്ന് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അച്ഛൻ ഇടയ്ക്കിടെ വന്നു പോവുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ ഈ അച്ഛനും അമ്മയും ജനറൽ ആശുപത്രിയിൽ നിന്ന് അമ്മ ഡിസ്ചാർജ് ആയതിനു ശേഷം ഈ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർ അവിടെ നിന്ന് കടന്നു കളയുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് ആ വഴിക്ക് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ജാർഖണ്ഡ് സ്വദേശികൾ ജോലി ചെയ്തിരുന്നത് കോട്ടയത്താണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ കേന്ദ്രീകരിച്ച് ഇവർക്കായിട്ടുള്ള ആ പരിശോധനകളും അന്വേഷണങ്ങളും പോലീസിന്റെ ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ കുഞ്ഞിന് അനാഥമാകാതിരിക്കാൻ ആ കുഞ്ഞിനെ സർക്കാർ ഏറ്റെടുക്കുകയാണ് എന്ന് നേരത്തെ തന്നെ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ആ കുഞ്ഞിന്റെ തുടർ ചികിത്സയ്ക്കുള്ള സൗകര്യം ജനറൽ ആശുപത്രിയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്, പൂർവാധികം മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം.